ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം നമുക്കൊന്ന് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അത്ര തന്നെ പെരുംജീരകം, അതേ അളവിൽ തന്നെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉണക്കമുളകാണ് ഇതിനെടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച മുളകാണ്. കുതിർത്ത് വെച്ചിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒരു 10 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷ് ഫ്രൈഡ് മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. കുരു പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാവും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പീസ് മീനാണ് എടുത്തിട്ടുള്ളത്. മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്നിനും ഇങ്ങനെ തേച്ച് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒരുമിച്ച് മസാലയിലേക്ക് ഇട്ട് തേക്കേണ്ട, ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സമയമെടുക്കും ഫ്രൈ ആയി കിട്ടാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയായി. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.